ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഇപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത്, ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് എവിടെ വെച്ചാണോ ഇതൊരു എനിക്ക് റെസിനേറ്റ് ചെയ്യുന്നില്ല, ഇതെനിക്ക് പറ്റിയതല്ല എന്ന് തോന്നുന്നത്, ആ ഒരു സമയത്ത് നിങ്ങളത് വിട്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. ആരും ഒരു നെഗറ്റീവ് എനർജി എടുക്കാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളൊരു ടോപ്പിക്കാണ്. കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിങ്സ്, ഈ ഒരു സമയത്ത് എന്താണ് അവരുടെ ഒരു കറണ്ട് ഫീലിങ്സ്, അതുപോലെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്താണ്, പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഗൈഡൻസ് എന്താണ്. ഓക്കെ, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, കറണ്ട് ഫീലിങ്സ് എന്താണ്, അതുപോലെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഗൈഡൻസ് എന്താണ്. കറണ്ട് ഫീലിങ്സ് എന്താണ്, യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഗൈഡൻസ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് എന്താണ്, യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗൈഡൻസ് എന്താണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് നമ്മളിവിടെ നോക്കുമ്പോൾ ടെമ്പറൻസ് കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിലായിരിക്കാം. കാരണം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷകളും ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വയം ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് വരെ ചിന്തിക്കുന്നവരെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് പേര് ഇതെല്ലാം ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ഓവർകം ചെയ്ത് നിങ്ങളൊരു സെൽഫ് ഹീലിംഗിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം എന്നുള്ളതും നമുക്ക് ഇവിടെ ഒരു എനർജി കിട്ടുന്നുണ്ട്. കുറച്ച് പേര് ഇത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നും ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരു അവസരത്തിൽ നിൽക്കുന്ന ഒരാളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് സെവൻ ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വളരെയധികം എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനുള്ള ഒരു ഫലവും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു റിവാർഡും കിട്ടിയിട്ടില്ല. നിങ്ങൾ വല്ലാതെ ഒരു രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ആ ഒരു റിലേഷനിൽ വന്നു, അവിടെ നിന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് മുന്നോട്ട് എഫേർട്ട് എടുത്ത് കൊണ്ടുപോയതെല്ലാം നിങ്ങൾ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ടു മച്ച് ഓഫ് എഫേർട്ട് നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പക്ഷെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന് പറ്റിയ ഒരു റിസൾട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. നിങ്ങൾ ഒരു പെട്ടെന്ന് ജയിക്കണമെന്നോ അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല. ചിലർക്ക് ക്വിക്ക് വിൻ ആകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഷോർട്ട് കട്ടിലൂടെ ജയിക്കണമെന്നോ അങ്ങനെ ഒന്നും, നല്ല സത്യസന്ധതയിൽ തന്നെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് കാർഡ് വരുന്നത് ത്രീ ഓഫ് സോർഡ്സ് ആണ്. ത്രീ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹാർട്ട് ബ്രേക്ക് തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്നൊന്ന് ഓവർകം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഒരു ഹൃദയവേദനയിൽ നിന്നും റിലീസ് ആയിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ എനർജി കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയോട് ക്ഷമിക്കാനും നിങ്ങൾക്ക് കഴിയുന്നതായിട്ട് ഫർഗീവ് ചെയ്ത് കൊടുക്കാനും ഒക്കെ കഴിയുന്നു. ആദ്യ സമയങ്ങളിലൊക്കെ വളരെ ഒരു ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ ആയിരുന്നു നിങ്ങൾക്ക്. ഒരു ഹൃദയം മുറിഞ്ഞ് പോയൊരു വ്യക്തിയുടെ വിഷമം എന്താ, ആ ഒരു വിഷമത്തിലൂടെയായിരുന്നു. പിന്നീട് നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഹീലായി വന്ന് ഓവർകം ചെയ്ത് വരാനും പിന്നീട് നിങ്ങൾക്ക് അവരോടൊരു വാശി പോലെയൊക്കെ ആയിരുന്നു. അത് മാറിക്കൊണ്ട് ഇപ്പോൾ അതൊരു ഫൊർഗീവ് ചെയ്ത് കൊടുക്കാൻ, ക്ഷമ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ടെൻ ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. ടെൻ ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. അവരോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത്. കാരണം നിങ്ങളിപ്പോൾ ജീവിതയാത്രയിൽ ഒരു പൂർണ്ണതയിൽ എത്തിയതായിട്ടാണ് കാണുന്നത്.
ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നു. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നടക്കാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷനിൽ പോയ വ്യക്തിയുമായിട്ട് റീയൂണിയനിൽ വന്നതിന് ശേഷം അങ്ങനെയാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് അവരോട് ക്ഷമിച്ചതിന് ശേഷം നിങ്ങൾ വേറെ പുതിയൊരു വ്യക്തിയുമായിട്ട് ഒരു ന്യൂ പേഴ്സണുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ വരുന്നതുമാകാം. എന്ത് തന്നെയാണെങ്കിലും ഒരു ലോങ് ടൈം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് പോകാൻ കഴിയാത്ത രീതിയിൽ നല്ല കെട്ടുറപ്പോട് കൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ മാറാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ 4 of Cups റിവേഴ്സ്. ഓക്കെ, 4 of Cups റിവേഴ്സ് വരുമ്പോൾ നിങ്ങളുടെ ഒരു എനർജീസ് മാത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നിങ്ങൾ വളരെയധികം നിരാശയിലാണ്. കാരണം ലൈഫിലെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷമങ്ങളൊക്കെ തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പല ഓഫേഴ്സും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം, പല ആളുകളും നിങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം നിങ്ങൾ റിഫ്യൂസ് ചെയ്യുകയാണ്, നിങ്ങൾ തിരസ്കരിക്കുകയാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് സമയം വേണമായിരിക്കും ഇതൊന്ന് ഹീലാകാനും ഒക്കെ, നിങ്ങൾക്ക് കുറച്ച് ഡിലേ വേണമായിരിക്കും. പക്ഷെ സമയമെടുത്ത് ഹീലാകുക. അതിനുശേഷം ഈ ഒരു സെയിം വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തിയുമായിട്ട് ഒരു റീസ്റ്റാർട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്ക് തന്നെ പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ വ്യക്തിയെ തിരഞ്ഞെടുത്ത് നിങ്ങൾ അതിലേക്ക് പോവുക. പുതിയ ഒരാൾ നിങ്ങളെ തേടി വരുന്നു എന്നാണ് കൂടുതൽ പേർക്കും കിട്ടുന്ന ഒരു എനർജി. ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ഉള്ളവർ മാത്രം അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുക, അത് റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇനി വരുന്ന സമയങ്ങൾ നല്ല മാറ്റത്തിന്റെ സമയങ്ങളാണ്. നല്ലത് മാത്രം, ഒരു പോസിറ്റീവായിട്ട് എനർജി മാത്രമാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു കാർഡുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. 2 of Wands. 2 of Wands നിങ്ങളുടെ മനസ്സിന്റെ ഒരു പുകമറ, നിങ്ങളുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ മൊത്തത്തിൽ ഒരു പുകമറയായി നിൽക്കുന്നത് കാണുന്നു. നിങ്ങളുടെ മനസ്സ് മൊത്തം ഒരു പുകയുടെ മറവിന്റെ ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ സത്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം വരും, ആ ഒരു പുക മാറിയതിനു ശേഷം. കൂടാതെ നല്ലൊരു ഡിസിഷൻ എടുക്കാനുള്ള എബിലിറ്റിയും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് ഈ കണ്ണിൽ കെട്ട് അഴിച്ചു മാറ്റിക്കൊണ്ട് മുന്നിൽ ആരും ഫൈറ്റ് ചെയ്യാനില്ല, എല്ലാം ക്ലിയറായി നിങ്ങളൊരു മച്ചുവർ ആയിട്ടുള്ള ഒരാളായി മാറി. നിങ്ങൾക്ക് ഇനി എല്ലാം സക്സസ് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ അതിൽപ്പെട്ട് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കാതെ അത് നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ നല്ലൊരു ഡിസിഷൻ എടുക്കാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കുക. ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടരണമോ എന്നുള്ളതും അതുപോലെ തന്നെ അല്ല, ഇനി ഒരു പുതിയ ഓഫർ കിട്ടുമ്പോഴാണെങ്കിൽ അതിലേക്ക് പോകണോ എന്നൊക്കെയുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അതിനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതിൽ തന്നെ പെട്ടിങ്ങനെ ഇരിക്കാതിരിക്കുക. ഓക്കെ, 4 of Swords ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മാസ്റ്റർ കാർഡ്. നിങ്ങൾ എന്ന വ്യക്തിക്ക് ഇവിടെ ഒരു അവേക്നെസ് ഉണ്ടാകുന്നു, ഒരു മെന്റൽ സ്ട്രെങ്ത് കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. മെന്റൽ സ്ട്രെസ് കൊണ്ടും ഹൃദയവേദന കൊണ്ട് ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്ന ആ ഒരു പീരീഡ്, ആ ഒരു സമയമൊക്കെ അവസാനിക്കുന്നതായിട്ട് ഇവിടെ കാണുകയാണ്. നിങ്ങൾ വളരെ ഹാപ്പി ആവുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ഒരു റീജോയിനിങ്, അത് വേൾഡുമായിട്ടുള്ള ഒരു റീജോയിനിങ്ങിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഉള്ള ഒരു ഇതിലേക്കൊക്കെ വരുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു ഫിയറും സ്ട്രെസ്സും ഒക്കെ ഒന്ന് റിലീസായിട്ട് നിങ്ങൾ ഒരു പീസ് ഓഫ് മൈൻഡിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു നല്ലൊരു മനുഷ്യനായിട്ട് മാറുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. എല്ലാ പക്വതകളോടും കൂടിയ ഒരു വ്യക്തിയായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി മറ്റുള്ളവരുടെ ഗൈഡൻസോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് വാർത്തെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തു നോക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് വയനാട് ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ, നമ്പർ 22, നമ്പർ 25, 1989, സ്പിരിച്വൽ പാത്ത്, 1986, നമ്പർ 4, എബ്രോഡ് ഉള്ള ആളുകളായിരിക്കാം, നമ്പർ 41, നമ്പർ 49, നമ്പർ 45, ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം, 1998,
ബ്ലാക്ക് കളർ. ഓക്കെ, ഈഗോയുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 22, ലെറ്റർ എച്ച്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് എന്നുള്ള ആളുകളായിരിക്കാം. ബ്യൂട്ടിഫുൾ ഐസ്, മനോഹരമായ കണ്ണുകൾ. 1988. നെക്സ്റ്റ് മന്ത്, ഐസ്ക്രീം ലവർ, ബ്രൗൺ കളർ, കെയറിംഗ്. Number 1, acting. 1986, encourages you. Number 32, 2 months, riding. tattoo on neck, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാം. സോഷ്യൽ മീഡിയ. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 10. ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.